അത് കുറച്ച് നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്ന് വേണം എടുക്കാൻ കേട്ടോ. കാരണം കർപ്പൂരത്തിൻ്റെ മണം അറിയാമല്ലോ, ഭയങ്കര ഒരു മണമാണ്. മണം മാറണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു ടിന്ന് എടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് പൊടിയുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൊടിയുപ്പിനകത്തോട്ട് നമുക്ക് 1-2 കർപ്പൂരം പൊടിച്ച് ചേർക്കുക. അപ്പം കൈകൊണ്ട് തന്നെ വേണ്ട ഇതുപോലെ ഞെവിടുമ്പോഴത്തേനും നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഈ ഒരു സ്മെല്ല് ഉപ്പിനകത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ലടിച്ചാൽ ചെറിയ പ്രാണികൾ, പാറ്റ, പല്ലി, കബോർഡിലൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ തുറന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്മെല്ല് കുറേ ദിവസം നിൽക്കും. അതേപോലെ വാഷ് ബേസിൻ്റെ അവിടെയോ അതല്ല എങ്കിൽ നമ്മുടെ കിച്ചൺ ജനലിൻ്റെ ഭാഗത്തോ കബോർഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം നിൽക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ തുണി കഴുകാൻ ഇതേപോലെ ബക്കറ്റിൽ കൂട്ടിയിടുമ്പോഴത്തേനും ആ ഒരു സ്മെല്ലുണ്ടാകും. 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അപ്പോൾ ഇതേപോലെ 2 കർപ്പൂരം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 കർപ്പൂരം ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്ക് അരിക്കകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിക്കകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മൂടി കൊടുക്കുകയാണെങ്കിൽ അരിയിലുണ്ടാകുന്ന വണ്ട് പ്രാണികളൊക്കെ ഒഴിവാക്കി കിട്ടും. അരി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അതേപോലെ നമ്മൾ രാത്രി സമയത്ത് ഇതേപോലെ സിങ്കിനകത്ത് 2 കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികൾ, പാറ്റ, ഉറുമ്പുകളൊക്കെ ഒഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ശല്യം ഇല്ലാതാകും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ അത് ഇതേപോലെ ഒന്ന് ചെറിയ ചൂടോടുകൂടി ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കർപ്പൂരം പൊടിച്ച് ചേർക്കാം കേട്ടോ. ചെറിയ ചൂട് മതി. അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ശ്വാസം മുട്ട്, വലിവ് അങ്ങനെയൊക്കെയുള്ള അസുഖത്തിന് നെഞ്ചത്ത് ഈ ഒരു എണ്ണ തടയി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഗുണമുണ്ട്. കാരണം ഇത് ഈ ഒരു എണ്ണ നമ്മുടെ ശരീരത്ത് വേദനയുള്ള ഭാഗത്തല്ല ഇതേപോലെ ഒന്ന് തടയി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വേദനയൊക്കെ മാറിക്കിട്ടി നല്ലൊരു ആശ്വാസം കിട്ടും. അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, കഫക്കെട്ടിനൊക്കെ നെഞ്ചത്തൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. കഫം എല്ലാം പോയി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പറിനകത്ത് 2 കർപ്പൂരം ഞാൻ പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് തുണികൾ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ തുണികൾ അലമാരയിലൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്നുണ്ടാകുന്ന മുഷിഞ്ഞ സ്മെല്ല് മാറി കിട്ടും. അതേപോലെ തന്നെ ഇതേപോലെ 2 കർപ്പൂരം ഞാൻ 2 ടിഷ്യൂ പേപ്പറിനകത്ത് ആക്കിയിട്ട് നമുക്ക് ഷൂവിനകത്തൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷൂവിനകത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഉപയോഗിക്കുന്ന ഷൂ ബാഡ് സ്മെല്ലായിരിക്കും, പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ. അപ്പോൾ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് മാറി കിട്ടുന്നത് മാത്രമല്ല നമ്മൾ പുറത്തൊക്കെ ഷൂ ഇടുമ്പോഴത്തേനും ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുന്ന ആ ശല്യം നമുക്ക് ഒഴിവാക്കിയിട്ട് ആ ഒരു മണം അടിച്ചിട്ട് ഒരു സാധനം അടുത്തോട്ട് വരത്തില്ല. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതേപോലെ കൂട്ടിയിടുമല്ലോ. അവർ കൊണ്ടുപോകാൻ ആൾ വരുമ്പോഴത്തേന് ഒരു മാസമൊക്കെ പിടിക്കും. അപ്പോൾ ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും. അതിനകത്ത് പാൽക്കവറൊക്കെ ഇടുന്നതല്ലേ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതേപോലെ 2 കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് ഒഴിവാക്കിയിട്ടും അപ്പോൾ അതിനകത്ത് പാറ്റയോ ഒന്നും കൂട് വയ്ക്കില്ല കേട്ടോ. ഇതേപോലെ 2 കർപ്പൂരം ആ കവറിന് ആ സഞ്ചിക്കകത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒരു കർപ്പൂരം ഇതേപോലെ ഇട്ട് വെച്ചിട്ട് രാത്രി നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കട്ടിനടി വയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു മണം കിട്ടുകയും ചെയ്യും. സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ടിനടി ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും ഉറങ്ങാൻ നേരം.